ജൂലൈ മാസത്തിലെ PSC ബുള്ളറ്റിൻ. ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡെക്വർത്ത് അന്തരിച്ചു. ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ട്. ഡെക്വർത്ത് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യത്തെ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി എസ്റ്റോണിയൻ താരം സഹിൽ ചൗഹാൻ 27 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. അപ്പോൾ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി സഹിൽ ചൗഹാൻ. ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ന്യൂസിലൻഡ് പേസ് ബൗളർ ട്രെൻറ്റ് ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിൻ്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ്. 24 പന്തിൽ 1 റൺസ് പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടിയ ഫെർഗൂസൻ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാക്കുന്ന ആദ്യ ബൗളറാണ്. 4 ഓവർ മെയ്ഡനാക്കുന്ന ആദ്യത്തെ ബൗളറാണ് ഫെർഗൂസൻ, ന്യൂസിലൻഡിൻ്റെ ഫെർഗൂസൻ, ലോക്കി ഫെർഗൂസൻ. KP രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷ ഗംഗയ്ക്കും OV വിജയൻ പുരസ്കാരം. KP രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷ ഗംഗയ്ക്കും OV വിജയൻ പുരസ്കാരം. സിറിൽ റാമഫോസെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2018 റാമഫോസെ ആദ്യം അധികാരത്തിലേറിയത്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് സിറിൽ റാമഫോസെ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ഇതൊരു PYQ ആണ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ഫിൻലൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ഇറ്റലിയിലെ പഗ്ലിയയിൽ ആരംഭിച്ചു. അപ്പോൾ G7 ഉച്ചകോടി 2024 ഇറ്റലിയിൽ പഗ്ലിയയിൽ. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് G7 അംഗങ്ങൾ. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക. ഇതാണ് G7 കൺട്രികൾ. അരുന്ധതി റോയ്ക്ക് പെൻ പിൻഡർ പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നൊബേൽ ജേതാവായ എഴുത്തുകാരൻ ഹരോൾഡ് വിൻഡറുടെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് പെൻ പിൻഡർ പുരസ്കാരം. നേടിയത് അരുന്ധതി റോയ്. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമീനിയയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. ഇപ്പോൾ അർമേനിയയും അയർലൻഡും നോർവേ, സ്പെയിൻ. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ K രാധാകൃഷ്ണൻ നയിക്കും. നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ K രാധാകൃഷ്ണൻ നയിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ VCയും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ KG പൗലോസിന് 1,00,000 രൂപയാണ് സമ്മാനത്തുക. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം പുരസ്കാരം ലഭിക്കുന്നത് KG പൗലോസിനാണ്. 18ാം ലോകസഭയുടെ പ്രോടൈം സ്പീക്കറായി ഭർതൃഹരി മെഹ്താബ് നിയമിതനായി. അപ്പോൾ 18ാം ലോകസഭയുടെ പ്രോടൈം സ്പീക്കർ ആരാണ്? ഭർതൃഹരി മെഹ്താബ്. ഓം ബിർള ലോകസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബൽറാം താക്കറിന് ശേഷം തുടർച്ചയായ 2ാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തിയാണ് ഓം ബിർള.
രാഹുൽ ഗാന്ധിയെ 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. മാനന്തവാടി MLA ആയ OR കേളുവാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. മാനന്തവാടി MLA ആയ OR കേളുവാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച K. രാധാകൃഷ്ണൻ്റെ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച K. രാധാകൃഷ്ണൻ്റെ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പെമ ഖണ്ഡു അധികാരമേറ്റു. തമ്പിൻ്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു. കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന P. തങ്കപ്പൻ നായർ അന്തരിച്ചു. വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ഇന്ത്യയുടെ രണ്ടാം 2020 കിരീടമാണ് ഇത്. ഇപ്പോൾ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ത്യയാണ് വിജയിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് വിജയിച്ചത്. വേദി എവിടെയായിരുന്നു? USA വെസ്റ്റ് ഇൻഡീസ്. ജയിച്ചത് ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. രണ്ടാമത് 2020 കിരീടമാണ്. 2007 ശേഷം 2024. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ. രാഹുൽ ദ്രാവിഡിൻ്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഗൗതം ഗംഭീറാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ. ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നിവർ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ എത്തി. ലോകത്തെ രണ്ടാമത്തെ വലിയ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റു. കരസേനയുടെ പുതിയ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിനെ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ഇപ്പോൾ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. മസൂദ് പെസഷ്കിൻ ഇറാൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് ശേഷം മസൂദ് പെസഷ്കിൻ. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് ഗ്വാളിയോർ മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഗ്വാളിയോർ മധ്യപ്രദേശിലാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ കേസ് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അപ്പോൾ കേരളത്തിൽ കൊണ്ടോട്ടി മലപ്പുറം. ഇന്ത്യൻ നാവികസേന സെബക്സ് 2 എന്ന പേരിൽ പുതിയതും ഏറ്റവും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചു. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യത്തെ L1 പേടകം L പോയിന്റിന് ചുറ്റിലുമുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കി. പെറുവിലെ ലംബയേക്ക് പ്രദേശത്ത് 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയ രാജ്യമാണ് പെറുവിലെ ലംബയ്ക്ക്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കാനായി സുരക്ഷ എന്ന സോഫ്റ്റ്വെയർ സജ്ജമാക്കി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ഓൺലൈൻ സോഫ്റ്റ്വെയറാണ് സുരക്ഷ. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് തന്മുദ്ര എന്ന പേരിൽ പ്രചാരണവുമായി സാമൂഹ്യനീതി വകുപ്പ്. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് വേണ്ടി തന്മുദ്ര എന്ന പേരിൽ പ്രചാരണവുമായി സാമൂഹ്യനീതി വകുപ്പ്. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ വാർ റൂം ഒരുക്കുന്നു. ട്രെയിൻ യാത്രക്കാരുടെ പരാതികളും അതുപോലെ തുടർ നടപടികളും സ്വീകരിക്കാൻ റെയിൽവേയുടെ വാർ റൂം ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്തലൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു. ജസ്റ്റിസ് നിതിൻ ജാംധറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു. നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംധർ.
ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ തോമസ്. NC മമ്മൂട്ടി പുരസ്കാരം കുരിപ്പുഴ ശ്രീകുമാറിന്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ മോഹൻലാലിന്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ മോഹൻലാലിന്. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലീംകുമാറിന്. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലീംകുമാറിന്. കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി. റേച്ചൽ റീവ്സ് ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ധനമന്ത്രിയായി. റേച്ചൽ റീവ്സ് ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ധനമന്ത്രിയായി. അൽബേനിയയിലെ പ്രമുഖ നോവലിസ്റ്റും നാടകകൃത്തുമായ ഇസ്മയിൽ ഖദാരെ അന്തരിച്ചു. ഓസ്കാർ ജേതാവായ തിരക്കഥാകൃത്ത് റോബർട്ട് ടൗൺ അന്തരിച്ചു. ദക്ഷിണ കൊറിയയിൽ ആദ്യമായി ഒരു റോബോട്ട് ജോലിഭാരത്താൽ കുഴഞ്ഞു വീണ് മരിച്ചു. ദക്ഷിണ കൊറിയയിൽ റോബോട്ട് ജോലിഭാരത്താൽ കുഴഞ്ഞു വീണ് മരിച്ചു. മലയാളത്തിൽ കവിതകൾ എഴുതിയ അസമീസ് കവി വിപുൽ റൈഗൺ അന്തരിച്ചു. ഓസ്കാർ ജേതാവും ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായ ജോൺ ലാൻഡോ അന്തരിച്ചു.